ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യത്തേത്, സ്വന്തമായി എപ്പോഴെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള ശരിയായ സമയം എപ്പോഴാണ്? ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ആരംഭിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങാനും ഒരു ബിസിനസ് ആരംഭിച്ച് അത് പരാജയപ്പെടുമോ എന്നോർത്ത് ഭയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ് ഞാൻ വിചാരിക്കുന്നതിലും സക്സസ്ഫുൾ ആയി മാറുമോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു 10 കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് ആരംഭിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു എന്നാണ് അതിന് ഉദാഹരണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ്, യു ഹാവ് എ പവർഫുൾ ഐഡിയ ദാറ്റ് വോണ്ട് ലെറ്റ് യു സ്ലീപ്. നിങ്ങൾക്ക് ഒരു പവർഫുൾ ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയ, ആ ഒരു ചിന്ത നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതെ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഐഡിയയും നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ദൃഢമായ നിശ്ചയം എടുക്കുക. ആ ഒരു സ്വപ്നം, നിങ്ങളുടെ ആ ഉറക്കം കെടുത്തുന്ന ആ ഒരു സ്വപ്നത്തെ സത്യമാക്കി മാറ്റുക. കുറെ ആളുകൾ സ്വപ്നം കാണുന്നു, പക്ഷേ ഓൺട്രപ്രണേഴ്സ് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഐഡിയനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനിയും സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ്, ജോബ് ഓഫേഴ്സ് ഡോണ്ട് എക്സൈറ്റ് യു. അതായത് നിങ്ങൾക്ക് വളരെ വലിയ സാലറി പാക്കേജ് ഉള്ള ജോലി ഓഫറുകൾ ലഭിക്കുന്നു, പക്ഷേ അതിലൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷമോ ഒരു എക്സൈറ്റ്മെന്റോ ലഭിക്കുന്നില്ല. നിങ്ങളുടെ റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നിരവധി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു, അതിലൊക്കെ വിജയിക്കുന്നു, നിങ്ങൾക്ക് ജോലി ഓഫറുകൾ, പല കമ്പനിയിൽ നിന്നും ജോലി ഓഫറുകൾ ലഭിക്കുന്നു, പക്ഷെ അതിലൊന്നും ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിനൊക്കെ കാരണം നിങ്ങൾക്ക് ലഭിച്ച ജോലി മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കമ്പനി മോശമായതുകൊണ്ടോ അല്ല. നിങ്ങൾ ആ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോലികളിലൊന്നും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എലോൺ മസ്ക്. സക്സസ് എന്ന വാക്കിന്റെ ഒരു ഉദാഹരണമാണ് എലോൺ മസ്ക്. ഏതൊരു കാര്യം ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, ടെക്നോളജി ആയിക്കൊള്ളട്ടെ, എല്ലാത്തിലും ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയുന്ന ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ് എലോൺ മസ്ക്. എലോൺ മസ്കും ഗ്രാജുവേഷന് ശേഷം നിരവധി സക്സസ്ഫുൾ, അതായത് വലിയ ടോപ്പ് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നു, പക്ഷെ അതിലൊന്നും തന്നെ അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്വന്തമായ ഒരു കമ്പനി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടെസ്ല, അതുപോലെ തന്നെ സ്പേസ് എക്സ്, അങ്ങനെ സ്വന്തമായി കമ്പനി ആരംഭിച്ച് ഇപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരു കോടീശ്വരനായ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാനായി എലോൺ മസ്ക് മാറിയിരിക്കുന്നു. ചിലപ്പോൾ നാളെ നിങ്ങളും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നാളത്തെ എലോൺ മസ്കോ അല്ലെങ്കിൽ ഇതുപോലെ സക്സസ്ഫുൾ ബിസിനസ് മാനായി അല്ലെങ്കിൽ ബിസിനസ് വുമണായി മാറുന്ന ഒരാളായി നിങ്ങൾ മാറിയേക്കാം. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ സത്യമാക്കാനുള്ള സമയം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ശരിയായി ഉപയോഗിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ്, യു ആർ എ വുമൺ റിട്ടേണിംഗ് ടു വർക്ക് ആഫ്റ്റർ കരിയർ ബ്രേക്ക്. അതായത് നമുക്ക് എല്ലാവരും നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്, വിവാഹത്തിന് ശേഷം ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ചില വുമൻസ്, അല്ലെങ്കിൽ എല്ലാവരുമല്ല, ചിലരെങ്കിലും ആ ഒരു കരിയറിൽ ഒരു ഗ്യാപ്പ് എടുക്കുന്നു. അതിനുശേഷം തിരിച്ച് ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ ഒരു ജോബ് മാർക്കറ്റ് കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. വീണ്ടും ഒരു ജോലി കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആരുടെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ ആരുടെങ്കിലും അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഒരാളല്ല നിങ്ങൾ. നിങ്ങൾക്കും സ്വന്തമായ ഒരു ബിസിനസ് സ്ഥാപിച്ച് 100 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറാനുള്ള അവസരമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല. ഇതുപോലെ സക്സസ്ഫുൾ ആയി ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരു വുമൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഫാൽഗുനി നായർ. ഈ ഒരു പേര് കേട്ടിട്ടില്ലെങ്കിലും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും നൈക്ക. നൈക്ക എന്ന ഒരു ബ്രാൻഡിന്റെ ആ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത് ഫാൽഗുനി നായർ ആണ്. ഫാൽഗുനി നായർ ഒരു വുമൺ ആണ്. 50ാമത്തെ വയസ്സിൽ ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് ഇപ്പോൾ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ബ്രാൻഡായി നൈക്ക മാറിയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ്, യു ലോസ്റ്റ് യുവർ ജോബ് ഡ്യൂ ടു AI ഓർ ഇൻഡസ്ട്രി ഷിഫ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ AI-യുടെ ഒരു കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ ജോലിക്ക് ആളുകൾ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരാൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സാലറി, അതുപോലെ തന്നെ PF അലവൻസസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു AI ആണെങ്കിൽ സാലറി ഒന്നും കൊടുക്കേണ്ടതില്ല. നോർമൽ എംപ്ലോയീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ AI-നെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാലറി കൊടുക്കണ്ട, PF-ന്റെ കാര്യങ്ങൾ നോക്കണ്ട, ബ്രേക്ക് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇനി ഒരു വരുന്ന കാലഘട്ടത്തിൽ ഈ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയേറെ കുറയാനുള്ള സാഹചര്യങ്ങളാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജോലി അന്വേഷിച്ചു പോകുന്നവരാകാതെ ഒരു 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായാൽ നമ്മൾ എപ്പോഴും മെയിനായി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ഒരാളായി മുന്നോട്ട് പോകാനും സാധിക്കും. ജോലി പോകുമെന്നുള്ള ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ്, യു വർക്ക് ഹാർഡ് ബട്ട് യുവർ സാലറി ഡസന്റ് ഗ്രോ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സാലറി ഇൻക്രീസ് ആവുന്നില്ല. നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത് കാശിന് വേണ്ടിയാണ്. എല്ലാത്തിനും ഒരു അൾട്ടിമേറ്റ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നു, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു,
ഒരു കമ്പനി വളരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നമ്മൾ വഹിക്കുന്നു. പക്ഷേ സാലറിയുടെ കാര്യം വരുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അതിലൊരു ഇൻക്രിമെന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നതിന് എന്താണ് ഫലം? നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക് മറ്റൊരു കമ്പനി അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിക്കാണ് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. മറ്റൊരു വ്യക്തിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ കഴിവും ആ ഒരു സ്ട്രെങ്തും നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സ്വന്തം ബിസിനസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുന്നില്ല. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ആരുടെയെങ്കിലും വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് അവസാനിപ്പിച്ച് നിങ്ങളുടെ സ്വന്തം കമ്പനി ആരംഭിച്ച് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായി മാറും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യു ഫീൽ ലൈക്ക് യുവർ ഐഡിയാസ് ആർ ബീങ് സ്റ്റോളൻ ഓർ അണ്ടർ വാല്യൂഡ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഐഡിയാസ് ആണ് ഏതൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഏതൊരു ഇൻവെൻഷന്റെയും വിജയം എന്ന് പറയുന്നത് ഒരു ഗുഡ് ഐഡിയ ആണ്. നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു ഐഡിയാസ് എല്ലാം നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ ഉപയോഗിച്ച് ആ കമ്പനിയും സക്സസ്ഫുൾ ആയി റൺ ആകുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഒത്തിരി ഗ്രോത്തും ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം? നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് ആ ഒരു ഐഡിയ നിങ്ങൾ കമ്പനിക്ക് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് ആ ഒരു കമ്പനി തരുന്നുണ്ടോ? ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം നേരിടുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്വന്തമായ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് അത് നൽകുന്നത്? നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ബിസിനസ് ആരംഭിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയി മാറിയാൽ പോരെ. ഏഴാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യു മൂവ്ഡ് ടു എ സിറ്റി ഫോർ വർക്ക് ബട്ട് നൗ ഹാവ് ടു റിട്ടേൺ ഹോം. നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഒരു സിറ്റിയിൽ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. പലരും പല സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ അച്ഛൻ ഒരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, മക്കൾ വേറൊരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, അമ്മ മറ്റൊരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരേണ്ട ഒരു സാഹചര്യം വരുന്നു. പക്ഷെ നിങ്ങൾ പല കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ലീവ് ലഭിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ആരംഭിച്ച് ആ ഒരു നാട്ടിലെ 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറിക്കൂടാ? നമുക്ക് അറിയാവുന്ന കമ്പനീസ് ആണ് ലെൻസ്കാർട്ട്, പതഞ്ജലി. ഈ കമ്പനികളൊക്കെ ആദ്യം അവരുടെ ബിസിനസ് ആരംഭിച്ചത് അവരുടെ ഹോം ടൗണുകളിൽ നിന്നാണ്. അവിടെ നിന്ന് പ്രോഫിറ്റ് ലഭിക്കുകയും പിന്നെ അത് വേൾഡ് വൈഡ് അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന 2 ഫേമസ് ബ്രാൻഡാണ് ലെൻസ്കാർട്ട് ആൻഡ് പതഞ്ജലി. ഇത്തരത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിച്ച് അവിടെ നിന്ന് നിങ്ങളുടെ വളർച്ച ആരംഭിച്ചുകൂടാ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യു ക്യാൻ ഹാൻഡിൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഈ ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ആളുകളെല്ലാം ഭയക്കുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷേ ഞാൻ ഒരു ബിസിനസ് ആരംഭിച്ച് അത് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, ഒരു പക്ഷേ ഞാൻ ലോൺ എടുത്തായിരിക്കും ഒരു ബിസിനസ് ആരംഭിക്കുന്നത്, ആ ഒരു ബിസിനസ് വിജയിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ച് ലോൺ അടയ്ക്കും? ഇങ്ങനെ പല രീതിയിലുള്ള ടെൻഷൻസ് ആണ് കൂടുതൽ പേരും ഇത്തരത്തിൽ ബിസിനസ്സിലോട്ട് മുന്നോട്ട് വരാതിരിക്കാനുള്ള ഒരു കാരണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ആരുടെയെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം പ്രഷർ അനുഭവിക്കാതെ ജോലി ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ദിവസം സന്തോഷമായി ആ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇത്രയേറെ ഓരോ ദിവസവും പ്രഷർ അനുഭവിക്കുന്നതിന്റെ ഒരു 1/4 ഭാഗമല്ലേ വരികയുള്ള ആ ഒരു ഫണ്ടിന്റെ ഇഷ്യൂ. റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്യാതെ അത് വിജയിക്കില്ല എന്നോർത്ത് പിന്മാറുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ചെയ്യുക. വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ 100% നിങ്ങൾ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ അതിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് യു ഹാവ് എൻ അൺഷേക്കബിൾ ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്. ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്നതാണ് ഇഷ്ടം. ആരും അവരുടെ കൺട്രോൾ എടുക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ അതൊക്കെ അവർക്ക് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു കമ്പനിയിൽ ആരുടെങ്കിലും അണ്ടറിൽ ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരിക്കലും ആരെങ്കിലും അവരെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ ആരുടെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത്ര ടൈം നമുക്കറിയാം, നമ്മൾ നോർമലി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 9 hours 8 hours നമ്മൾ ആ ഒരു കമ്പനിയിൽ സ്പെൻഡ് ചെയ്യണം. അവിടെ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനിയും ആരുടെങ്കിലും അണ്ടറിൽ ജോലി ചെയ്ത് ആ ഒരു പ്രഷർ അനുഭവിക്കുന്നത് അവസാനിപ്പിച്ച് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോബ് ടൈം കണ്ടെത്താം. നിങ്ങൾക്ക് എപ്പോഴാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹം നിങ്ങൾക്ക് അപ്പോൾ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി മാറുകയും ചെയ്യാം. അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് യു ജസ്റ്റ് നോ ഇറ്റ്സ് ടൈം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ഞാൻ ഈ ഒരു ജോലി ചെയ്യേണ്ട ആളല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ആളല്ല, എന്റെ ഐഡിയാസ് ഇങ്ങനെ യൂസ്ലെസ് ആയി പോകേണ്ട ഒരു ഐഡിയാസ് അല്ല എന്റേത്. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും, ഞാൻ ഇങ്ങനെയല്ല, ഈ ഒരു പൊസിഷനിലല്ല ഞാൻ ഇരിക്കേണ്ടെന്ന് ഒരു കുറ്റബോധം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു എന്നതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ ഒരു ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണറിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ ഒരിക്കലും ശരിയായ ടൈമിന് നോക്കിയിരുന്നില്ല. അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ സമയം ശരിയായി വന്നു. അതാണ് ഇവിടുത്തെ വ്യത്യാസം. നിങ്ങളുടെ ഹൃദയം തന്നെ നിങ്ങളോട് പറയും ഇതാണ് നിങ്ങളുടെ സമയം. അതിനെ വിശ്വസിച്ച് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. അത് മാത്രമല്ല ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.